50% ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, പുറത്ത് 50% ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പ് നമ്മളെ ഇരിക്കുന്നത് കരാട്ട ഇതൊക്കെ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞെടുക്കാം. ഹലോ ബാത്റൂമിൽ ഇറങ്ങിയ ഈ ഫോണങ്ങനെ തിരിച്ചെന്തെങ്കിലും ഞെട്ടിപ്പോ മീഡിയക്കാരും വീട്ടുകാരും ഒക്കെ ഉണ്ട്. ഫോൺ തിരിക്കണോ? എന്നെ കാണാൻ വേണ്ടി ഒച്ചെടുത്ത് കാണുന്ന നിനക്ക് ഇത്ര ഫാൻസാ? തിരിച്ചില്ലെന്ന് നോക്കുന്നത് എവിടുന്ന് പോവില്ല. പണി പാടി മോനെ തിരിക്കണേ. കേക്കട്ടെ ഇതെന്റെ വാക്യാണ്. അല്ലേ നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കല്ലേ സർപ്രൈസ് ഇട്ട്. അതന്നെ നക്ഷത്ര സത്യം നമുക്കൊരു മോളുണ്ട് നക്ഷത്രം. ഹലോ വേണ്ട അല്ല അവള് ചുമ്മാ രാവിലെ മോർണിംഗ് എണീറ്റുള്ളൂ. അവിടെ മോർണിംഗ് ഡൈനിങ് കിടന്നുറങ്ങായിരുന്നു. ആൾക്ക് അങ്ങനെ ഇതിനകത്തല്ല പ്രസന്റ് ചെയ്യാൻ ഇഷ്ടം. അതുകൊണ്ടാണ് സത്യം പറഞ്ഞത്. എനിക്ക് ഇരിക്കാൻ ആഗ്രഹിക്കണോ അല്ലേ? അപ്പൊ നിങ്ങൾ വീട്ടിലേക്കില്ലോ അവന് വെച്ചോ ബൈ. ബിഗ് ബോസിൽ എന്തോ പറഞ്ഞിട്ട് ഹായ് കേൾക്കണ്ടേതോ തിരിച്ചു ഇവരെല്ലാം തിരിപ്പിക്കുന്ന ടൈപ്പ് അത് വെച്ചോ. ഞങ്ങളെ അടിച്ചു പൂട്ടി. എനിക്കറിയാം. അപ്പൊ ഓക്കെ വെച്ചോ ബൈ. ഉമ്മല്ലേ ഹലോ ഞാൻ അവിടെ 3 മാസം പോയതൊന്നും ഞാൻ അറിയില്ല. സത്യം ഭയങ്കര ആളാവുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല.
സത്യം. കാരണം ഞാൻ ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോ എന്താ, അത് പഴയ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വീട്ടിലൊരാള്, നിങ്ങളുടെ കുടുംബത്തിലെ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത്, ആ ഒരാളെ നിൽക്കുന്നത്. അത് മാറ്റമൊന്നുമില്ല കേട്ടാ, സത്യം. മനസ്സിലാക്കി പറയണം. ഗുജറാത്ത് 50% ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, പുറത്ത് 50% ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പ് നമ്മുടെ ഇരിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ കൈപിടിച്ച് കയറ്റിയാണ്. ബിഗ് ബോസ് എന്താന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തന്നെ നോക്കണം. നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ആരെയും ഒരാളോട് ഞാൻ വീട്ടിട്ടുണ്ട്, ആരെ സെലക്ട് ചെയ്യുന്ന ആളുകൾ. ഓരോരുത്തരും ഞാൻ വീടുണ്ട്. അത് നമ്മുടെ മാളികൾക്ക് പഠിച്ച പിള്ളേരൊക്കെ നമ്മുടെ എല്ലാം തമ്മിലാണ്. കാരണം അവരാണ് നമ്മൾ ചെറുപ്പത്തിലേ മുതല് കരാട്ട, കുറിച്ചു ഒക്കെ പ്രാക്ടീസ് കഴിഞ്ഞെടുക്കാം. പക്ഷെ ഇവിടെ ആരെങ്കിലും ഞാൻ തല്ലിയിട്ടുണ്ടോ? അവിടെ നിർത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്ന അവിടെ നിർത്തുന്നല്ലേ, അതായത് ഇപ്പൊ പോയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് നിർത്തുവാ. അവര് അങ്ങനെ ക്യാൻസൽ ചെയ്യും. അപ്പൊ അവിടെ എന്നോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ വഴിയെ മനസ്സിലാക്കും. കേക്ക് ഞങ്ങളെല്ലാവരും ഇവരാണ് വിളിക്കുന്നത്, നമ്മുടെ മക്കളെല്ലാവരും. നമ്മുടെ നാട്ടുകാരെല്ലാവരും ആർക്കും കൂടാം. ആർക്ക് കണ്ടത് കേട്ടത് എല്ലാരും ഇറങ്ങിയതിന് ശേഷം നമ്മള് പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും നമ്മള് മുട്ടുകുത്തും. മുട്ടുവേനുണ്ട്, അപ്പൊ പുഞ്ചിരിക്കും. അത് മുട്ടുമ്പോ പറയാതെ നിൽക്കാൻ പറ്റുമോ? അത് പ്രായക്കാര് അറിയാണ്ട് ക്ഷമിക്കണം, മാപ്പ് വയ്ക്കണം. ഹലോ, ഹലോ, നീ എവിടെയാ? ഞാൻ ബാത്റൂമിലാണ്. കോഴിക്കോട് വിളിച്ചു വീഡിയോ വിളിച്ച് പറഞ്ഞു അമ്മ അമ്മ അങ്ങനല്ല. അപ്പൊ വീട്ടിലാരും മിസ് ചെയ്യുന്നത് എനിക്ക് ആ വീടാ മിസ് ചെയ്യണം. വീട്ടിലല്ല, സത്യം വീട്ടിലാരെങ്കിലും മിസ് ചെയ്യണ്ട. കാരണം അവരെല്ലാം പുറത്തില്ലേ കാണാലോ. വീട് മിസ് ചെയ്യണം. ആ വീട് എന്ന് പറഞ്ഞാൽ 100 ദിവസം ഒരു വീട്ടിൽ താമസിച്ചിട്ട് ആ വീട് എന്താ പറയാ പുറത്തേക്ക് പോകൂലേ, അത് ഫീലാണ്. ഞങ്ങളിപ്പോ ആരെങ്കിലും പോവാണെങ്കിൽ ഇപ്പൊ ജിന്റെ ചേട്ടൻ തരാനുള്ള ഒരു ഉപദേശം, നിങ്ങൾ പോണെങ്കിലാ തുടങ്ങണം. നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോണെങ്കിൽ അടുത്ത കപ്പടി കൊണ്ടുപോകും.
സന്തോഷം മൂന്നില്ല കൊണ്ടാണ് അതെ നമ്മള് മണ്ടനാണ് നമുക്ക് മുൻപോട്ട് തന്നപ്പോ നമ്മള് മണ്ടനിൽ നമ്മുടെ നാട്ടുകാരുടെ നമ്മൾ തെളിയിച്ചു കൊടുത്തില്ലേ അതല്ലേ നമ്മള് വിജയം അല്ലേ നമുക്ക് ഇന്നലൊക്കെ അതെ വീണ്ടും പറയട്ടാ ഞാൻ നിങ്ങളെ പഴഞ്ഞിട്ടുണ്ടോ സീരിയസ് ഞാൻ നിങ്ങളെ പഴഞ്ഞിട്ടുണ്ടോ അത് മാറ്റി നിമിത്തം നമുക്ക് ആരും കൈ തന്നു നമ്മൾ കേൾക്കും അവര് നിങ്ങളുടെ കൈ തരാൻ ഞാൻ നിങ്ങൾക്ക് തരുക തീർച്ചയായും നമുക്ക്